സ്വരാജിനെ പാർട്ടി എന്തിനാണ് മത്സരിക്കുന്നതിൽ നിന്ന് തടഞ്ഞത്? അത് പാർട്ടി തടഞ്ഞതിനകത്ത് ഒരുപാട് കാരണങ്ങളുണ്ട്. CPM-ന് ഇപ്പോൾ ഒരു ഹിന്ദു വിരുദ്ധത ഏറ്റുവാങ്ങാനുള്ള സാധ്യതയില്ല, സാഹചര്യമില്ല. അതും കൂടി ആയിക്കഴിഞ്ഞാൽ CPM-ൻ്റെ ശവപ്പെട്ടിയിലടിക്കുന്ന ആണിയായി പോകും, അവസാനത്തെ ആണിയായി പോകും അത്. അതുകൊണ്ട് തന്നെ പരമാവധി ഹിന്ദു വിരുദ്ധത ഒഴിവാക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പിണറായി വിജയനിൽ നിന്ന് വന്ന നിലപാട് പ്രജിത കണ്ടതാണല്ലോ. പ്രജിത അതിനെപ്പറ്റി വീഡിയോയും ചെയ്തു. എന്തായിരുന്നു അത്? ആചാര ലംഘനം തിരുത്തണം, ആചാരം സംരക്ഷിക്കണം, ശബരിമലയിൽ ആചാരം സംരക്ഷിക്കണം. പിണറായി വിജയൻ കൃത്യമായി കൊടുത്ത ഒരു സിഗ്നലാണത്. അടുത്ത സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം പിൻവലിക്കുക എന്നുള്ളതാണ് അടുത്ത നടപടി. അതിന് പിന്നാലെ ശബരിമലയിലെ ആചാര സംരക്ഷകരായി, ഹിന്ദുവിൻ്റെ സംരക്ഷകരായി പിണറായി മാറും. പിണറായി മൂന്നാം സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ശബരിമലയിൽ കൊള്ള നടത്തിയ മുഴുവൻ സഖാക്കളെയും പിടിച്ച് അകത്തിടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് പിന്നാലെ പത്മകുമാറിനെതിരെയും നടപടിയൊക്കെ വരുമായിരിക്കും. പക്ഷേ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ പാർട്ടിക്ക് അകത്ത് നിന്നൊരു ചേരിതിരിവുണ്ടാകും എന്നുള്ള ഭയം കാരണമായിരിക്കും നടപടിയെടുക്കാത്തത്. കാരണം ഇനി ഹിന്ദു പ്രതീകമായിട്ട് മുന്നോട്ട് നീങ്ങാനാണ് പാർട്ടിയുടെ ശ്രമം. പക്ഷേ അധികാരത്തിലെത്തിയതിന് ശേഷം ഈ പറഞ്ഞ പോലെ വീണ്ടും നടപടികൾ എടുക്കുമോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ്. നമുക്കങ്ങനെ പ്രതീക്ഷിക്കാം. ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് പറഞ്ഞത് മാത്രമാണ്. പക്ഷേ എന്താണ് സ്വരാജിൻ്റെ പ്രത്യേകത? സ്വരാജ് സമ്പൂർണനായി, അതായത് നമ്മൾ പറയുമല്ലോ അടിതൊട്ട് മുടി വരെ എന്നുള്ളത്, നഖശിഖാന്തം ഒരു ഹിന്ദു വിരുദ്ധൻ ഉണ്ടെങ്കിൽ ആ ഹിന്ദു വിരുദ്ധൻ്റെ പേരാണ് സ്വരാജ് എന്നുള്ളത്. അക്കമിട്ട് നമുക്ക് നിരത്തി നമുക്ക് പറയാൻ കഴിയും. ഹിന്ദുക്കളുടെ നെഞ്ചിൽ മാന്തിയ, അത്രയേറെ ആഴത്തിൽ മുറിവുണ്ടാക്കിയ ഒരുത്തനാണ് സ്വരാജ് എന്നുള്ളതാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശബരിമല അയ്യപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഹിന്ദുവിൻ്റെയും ഓരോ മലയാളിയുടെയും പ്രാണൻ്റെ പ്രാണനാണ്. നമ്മളുടെ ഏറ്റവും വലിയ ആരാധനാമൂർത്തിയാണ് അയ്യപ്പൻ എന്ന് പറയുന്നത്. അയ്യപ്പൻ ഇല്ലാതെ നമ്മളുടെ ജീവിതത്തിൽ ഒരു വർഷം കടന്നു പോകില്ല. അയ്യപ്പനെ കാണാതെ ഒരു വർഷം കടന്നു പോകുന്നത് പോലും മലയാളികൾക്ക് അപൂർവമാണ് എന്നുള്ളതാണ്. അതിപ്പോൾ മണ്ഡലം മകരവിളക്ക് മാസത്തിൽ പോയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാസത്തിൽ 1-ാം തീയതി നട തുറക്കുമ്പോഴെങ്കിലും അവിടെ പോയി കാണുക എന്നുള്ളത്, ഭഗവാനെ കാണുക എന്നുള്ളത് മലയാളിയുടെ ഒരു ശീലത്തിൻ്റെ ഭാഗമാണ്. ആ അയ്യപ്പനെയാണ് ഒരു ദയയുമില്ലാതെ പിതൃശൂന്യമായി അവഹേളിച്ചത്. പണ്ടൊരിക്കൽ സ്വരാജ് മാധ്യമങ്ങളെ പിതൃശൂന്യ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞു, അത് തന്തയ്ക്ക് വിളിച്ചതാണ്. അപ്പോൾ മാധ്യമം എല്ലാവരും കൂടെ വലിയ പ്രതിഷേധം ഉണ്ടായപ്പോഴത്തേക്കും സ്വരാജ് പുസ്തകം എഴുതി, പിതൃശൂന്യം എന്താണ് പിതൃശൂന്യത്തിൻ്റെ അർത്ഥം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ ഈ പറയുന്ന ബുദ്ധിജീവി തള്ളുണ്ടല്ലോ, ബുദ്ധിജീവി എന്നൊന്നും പറയില്ല, അങ്ങനെയൊന്നും ഞാൻ സ്വരാജിനെ വിളിക്കില്ല. ബുദ്ധിജീവി, തെറ്റായ ബുദ്ധിജീവി, അതായത് തെറ്റായിട്ടുള്ള ബുദ്ധിജീവി എന്ന കപട ബുദ്ധിജീവി, അതാണ് കപടമായിട്ട് ബുദ്ധിജീവിയാണ് അഭിനയിക്കുന്ന ഒരു ജീവിയാണ് സ്വരാജ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കപട ജീവികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മൃഗതുല്യമായിട്ടുള്ള എല്ലാ തരം പ്രവൃത്തികളും ചെയ്യും. അവരാരെയും ഏത് പല്ലും നഖവും ഉപയോഗിച്ച് ആക്രമിച്ച് അവരുടെ ആന്തരികാവയവങ്ങൾ കടിച്ചെടുത്ത് തിന്നാൻ മടിയില്ലാത്ത ജന്തുക്കളാണ് ഇത്തരത്തിൽ വിദ്വേഷം പ്രസംഗിച്ച് നടക്കുന്നത്. അങ്ങനെ പ്രസംഗിച്ച ഒരു പ്രസംഗമാണ് അയ്യപ്പനെതിരായിട്ട് പ്രസംഗിച്ചത്. അയ്യപ്പൻ്റെ ബ്രഹ്മചര്യം കഴിഞ്ഞു. അയ്യപ്പൻ ഇതെന്താ മാളികപ്പുറത്തിൻ്റെ കണ്ണുനീരാണ് ഈ പ്രളയജലമായി ഒഴുകിയത്. അതുകൊണ്ട് തന്നെ ആരും ചെന്നില്ല, അവിടെ ശബരിമലയിൽ ചെന്നില്ല. ആ സമയത്ത് മാളികപ്പുറത്തിൻ്റെ അയ്യപ്പൻ്റെയും കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞൊക്കെയാണ് ഈ സ്വരാജ് പറഞ്ഞു. അത്രയേറെ ഹിന്ദുവിനെ ആഴത്തിൽ നോവിച്ച ഒരുത്തനെ പിന്നെയും ഹിന്ദുക്കൾ വോട്ടെടുത്ത് ജയിപ്പിക്കൂ? ഒരിക്കലും ചെയ്യില്ല. അത് പാർട്ടിക്ക് കൃത്യമായിട്ട് അറിയാം. അത് മാത്രവുമല്ല, സ്വരാജ് ആ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞിരുന്നെങ്കിൽ, അതിന് പിന്നീട് ഒരു മാപ്പപേക്ഷ വല്ലതും നടത്തിയിരുന്നെങ്കിൽ നമുക്ക് അതിലൊക്കെ ശരി പോട്ടെ, ഒരു അബദ്ധം ആർക്കും പറ്റുമല്ലോ എന്ന് പറയും. പക്ഷെ ഒരു അബദ്ധമല്ല പറ്റിയിരിക്കുന്നത്, പിന്നെയും പറ്റി. എന്താ പറഞ്ഞതെന്നറിയാമോ? PDP ഒരു മതേതര പാർട്ടിയാണ്, ശുദ്ധ ജനാധിപത്യ പാർട്ടിയാണ് എന്നൊക്കെയാണ് സ്വരാജ്. PDP അതായത് ഹിന്ദു വിരുദ്ധതയുടെ, ഹിന്ദുക്കളെ മുഴുവൻ കൊല്ലാനും ഇവിടെ തീവ്രവാദം വളർത്താനും ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ തീവ്രവാദത്തിലേക്ക് തള്ളിവിട്ട അബ്ദുൽ നാസർ മദനിയുടെ ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന, എന്തിന്, ഭീകരവാദത്തിൻ്റെ പേരിൽ ജയിലിൽ കിടക്കുന്ന അയാൾ നയിക്കുന്ന പാർട്ടി, ഇതൊക്കെ ശുദ്ധ ജനാധിപത്യ പാർട്ടിയാണെന്ന് പറഞ്ഞവരാണ് ഈ പറയുന്ന സ്വരാജ്. അപ്പോൾ അങ്ങനെ ഒരുത്തനെ പാർട്ടിക്ക് പിന്തുണയ്ക്കാനാവുമോ? പിന്നെ രണ്ടാമത്തെ ഇപ്പോൾ ഹിന്ദുക്കളെ പിണക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി സ്വന്തം പാർട്ടിയുടെ നേതാവായിട്ടുള്ള VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞയാളാണ്. അത് പാർട്ടി സമ്മേളനത്തിൽ, തിരുവനന്തപുരത്ത് നടന്ന പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ പറഞ്ഞു. എന്തിനാണ് വിഭാഗീയത പാർട്ടിയിൽ ഉണ്ടാക്കിയെന്ന്. അപ്പോൾ അന്ന് DYFയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്. അപ്പോൾ എന്ത് നിലവാരമാണ് സ്വരാജിനുള്ളത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ചോദിക്കേണ്ടി വരും. ഇനി അത് മാത്രവുമല്ല, വാഗൺ ട്രാജഡിയെ പറ്റിയിട്ട് പറഞ്ഞു. വാഗൺ ട്രാജഡി അത് അവിടെ ഉണ്ടായ ഒരു വലിയ ദുരന്തമല്ല. വാഗൺ ട്രാജഡി എന്നുള്ള പേരാണ്, ശരിയാണ്. വാഗൺ ട്രാജഡി എന്ന് പറയുന്നതിന് വാഗൺ ട്രാജഡി എന്ന് പറഞ്ഞ് ശീലിച്ചതാണ്. അത് വാഗൺ മസാക്കറാണ്, കൂട്ടക്കൊലയാണ് നടന്നത്
എന്ന് പറഞ്ഞുകൊണ്ടാണ്. ശരിയാണ്, മാപ്പിള കലാപകാരികളെ കൊണ്ടുപോയപ്പോഴത്തേക്കും അവർ അതിനകത്ത് വെച്ച് ശ്വാസം മുട്ടി മരിച്ചുപോയി. അതാണ് സംഭവിച്ചത്. കൊല്ലണമെന്ന് ബ്രിട്ടീഷുകാർ വിചാരിച്ചിരുന്നില്ല എന്നാണ് അവരന്നും പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അങ്ങനെ ഒരു ദുരന്തമുണ്ടായി, സംഭവം വാസ്തവമാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് എം സ്വരാജ് നിയമസഭയിൽ പ്രസംഗിക്കുകയാണ്. വാരിയൻ കുന്നൻ അത് ഒരു വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. വാരിയൻ കുന്നൻ ആയിരക്കണക്കിന് തൂർ കിണറിനകത്ത് വെട്ടിയിട്ട മൃതശരീരങ്ങൾ കണ്ടാൽ മതി ഹിന്ദുക്കളെ, നായരും ഇഴവനും അടങ്ങുന്ന ഹിന്ദുക്കളെ മുഴുവൻ, ആ മേഖലയിലുണ്ടായിരുന്ന മുഴുവൻ ജന്മിമാരും മുസ്ലിങ്ങളാണ്. എന്നിട്ടാണ് പറയുന്നത് ജന്മിമാർക്കെതിരായ കലാപമായിരുന്നു. ആ മുസ്ലിങ്ങളല്ലേ കൊല്ലേണ്ടിയിരുന്നത്. കർഷകർ തൊഴിലാളികളും കർഷകർ നടത്തിയ വിപ്ലവമായിരുന്നു മലബാറിലുണ്ടായ മാപ്പിള ലഹള. ആ മാപ്പിള ലഹള സ്വാതന്ത്ര്യ സമരമാണ് എന്നാണ് പറയുന്നത്. ഹിന്ദുക്കളെ വംശഹത്യ ചെയ്ത, ഉന്മൂലനം ചെയ്താണ്. അപ്പോൾ അത്രയും ഈ ഹിന്ദുക്കളെ മുഴുവൻ കൊന്നൊടുക്കിയാലും പൊട്ടിച്ചിരിക്കുന്ന ഒരു നയമല്ലേ ഈ പറയുന്ന സ്വരാജിൽ നിന്നുണ്ടായത്. അത് മാറ്റി പറയാനായിട്ട് അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ ഉളുപ്പില്ലായ്മ എന്ന് പറയുന്നുണ്ടല്ലോ. എന്നിട്ട് തൃപ്പൂണിത്തുറ നിന്ന് ഹിന്ദുക്കളുടെ വോട്ട് വാങ്ങി ജയിച്ച് അവിടെ പോവുകയും നിയമസഭയിലോട്ട് പോവുകയും വേണം. അധികാരത്തിന് വേണ്ടി എന്ത് നെറുകേടും ചെയ്യുന്ന വ്യാജത്തിൻ്റെ അങ്ങേയറ്റമാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല എന്നിപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതിനെ തുടർന്ന് ഈ പറയുന്ന അയ്യപ്പനെതിരെ നടത്തിയ പരാമർശത്തിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പോലീസ് പരാതി എടുത്തു. ഈ കൊല്ലത്ത് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവാണ് പരാതി കൊടുത്തത്. കൊല്ലം പോലീസ് പോയി കേസെടുത്തില്ല. കമ്മീഷണർക്ക് കൊടുത്തു, കേസെടുത്തില്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു DGPക്കോ അങ്ങനെ ആർക്കൊക്കെ പരാതി കൊടുത്തു, അവിടുന്ന് കേസെടുത്തില്ല. നേരെ കോടതിയിൽ പോയി. കോടതി ഇപ്പോൾ ഒരു അന്വേഷണ റിപ്പോർട്ടൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അധികം വയ്യാതെ അന്വേഷണ റിപ്പോർട്ട് വരും. അതും കൂടെ വരുന്ന പശ്ചാത്തലത്തിലാണ് CPM-ന് സീറ്റ് കൊടുക്കാൻ പറ്റൂ മൂന്നാമതും ചോദിക്കുകയാണ്. കൊടുക്കാൻ പറ്റില്ല. കാരണം ഹിന്ദു വിരുദ്ധത ഇപ്പോൾ പറഞ്ഞാൽ CPM-ന് പിടിച്ചു നിൽക്കാനാകില്ല എന്നുള്ളതാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഹിന്ദു വിരുദ്ധത എല്ലാം പറഞ്ഞ് ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള എല്ലാ വിമർശനങ്ങളുടെയും കെട്ടയച്ചു വിട്ട ആളാണ് ഈ പറയുന്ന എം സ്വരാജ് എന്ന് പറയുന്നത്. ഇനി എം സ്വരാജിൻ്റെ കൂടെയുള്ള മറ്റൊരു സഖാവിനെ എടുക്കാം, A റഹീം. A റഹീം എവിടെയാണ് പോയത്? നേരെ ഈ കർണാടകയിലെ മുസ്ലിങ്ങൾ, കേരളത്തിലെ പോലും ഇല്ല, കർണാടകയിലെ മുസ്ലിങ്ങളെ കുറേ പേര് കുടിയൊഴിപ്പിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഓടിച്ചാടി അവിടെ പോയി. കർണാടകയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി തുടിക്കുന്ന ഹൃദയമാണ് അദ്ദേഹത്തിൻ്റെത്. അതെ, വെമ്പുകയാണ്. മുനമ്പത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ മനുഷ്യരൊന്നും. ഇനി അടുത്ത് ഈ സ്വരാജ് ഹിന്ദുക്കൾക്കെതിരെ പറയുമ്പോൾ അവിടെ റഹീം മുസ്ലിങ്ങൾക്കൊപ്പം നിൽക്കുന്നു, മുസ്ലിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു. ഇത് വ്യത്യാസം. അടുത്ത് അള്ളാഹുവിനെ പറ്റിയും ഇസ്ലാമിനെ പറ്റിയും പുകഴ്ത്തിക്കൊണ്ടുള്ള AN ഷംസീറിൻ്റെ പ്രസംഗമുണ്ട്. അപ്പോൾ ഇവരുടെ നയങ്ങൾ എവിടെയാണെന്ന് നോക്കണം. ഈ നയം ഷംസീർ പറയുകയാണ് ഗണപതി മിത്താണ്, അതിനെ പൊക്കി പറഞ്ഞുകൊണ്ട് അത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഗണപതി മിത്തല്ലാതെ പിന്നെ എന്തോന്നാണ്? അള്ളാഹു മിത്തല്ല അന്ന് പറയാൻ പറ്റില്ല. അതങ്ങനെ പറയും. എന്നാൽ വിവരം അറിയുമല്ലോ. കയ്യും തലയൊക്കെ അതാ യഥാസ്ഥാനത്ത് തിരിച്ച് AK സെൻറ്ററിൽ നിന്ന് വീട്ടിൽ പോകണമെങ്കിൽ അതൊക്കെ അവിടെ വേണമെങ്കിൽ ഈ പറയുന്ന അള്ളാഹുവിനെ പറ്റി മിണ്ടിക്കഴിഞ്ഞാൽ തീർന്നു. കഥ അവിടെ കഴിയുമെന്നറിയാം. അള്ളാഹുവിൻ്റെ പടം വരച്ചു, കഥ അവിടെ തീർന്നു. ഒരു കഥ തുടങ്ങി, ഒരാൾ വരയ്ക്കുന്നു, എന്ത്? അള്ളാഹുവിൻ്റെ പടം, കഥ കഴിഞ്ഞു. ഇതാണ് ഈ ലോകത്ത് നടക്കുന്ന കാര്യം. ചാർലി ഹെബ്ദോയുടെ കാര്യവും ലോകത്തെല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. നബിയുടെ പടം വരച്ചതിൻ്റെ പേര് ആക്രമിക്കപ്പെട്ട മാധ്യമ സ്ഥാപനമാണ്. അപ്പോൾ നിരന്തരമായിട്ട് ഈ ഹിന്ദു വിരുദ്ധത പ്രസംഗിക്കുന്ന ഒരു നേതാവാണ്, ആൻറ്റി ഹിന്ദുവാണ് എം സ്വരാജ് എന്നുള്ളത് നമുക്ക് നിരത്തി പറയാൻ കഴിയും ഈ കാര്യങ്ങളെല്ലാം കൊണ്ട്. അപ്പോൾ ഒരു CPM-ൻ്റെ മുസ്ലിം സഖാക്കളെല്ലാം മതപ്രീണനം, ഇസ്ലാമിക പ്രീണനം നടത്തുമ്പോൾ ഇവിടെ എം സ്വരാജ് അടക്കമുള്ള ഹിന്ദു നേതാക്കൾ ആൻറ്റി ഹിന്ദുവായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു നേതാവിനെ തുടർന്നും മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്ക് വലിയ ക്ഷീണം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് പാർട്ടി സീറ്റ് കൊടുത്തില്ല. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തരാതരത്തിൽ പ്ലേറ്റ് മാറ്റാൻ അറിയാം. പക്ഷെ ഇവരെ പഠിപ്പിച്ചു കൊണ്ടുവന്ന സ്വരാജിന് അതിൽ നിന്ന് മാറാൻ പറ്റും. അതായത് സ്വരാജിനെയൊക്കെ പഠിപ്പിച്ചുകൊണ്ട് വന്നത് എന്താണ്? ഈ പറയുന്ന അമേരിക്ക വരുന്നത് EP ജയരാജനൊക്കെയല്ലേ പഠിപ്പിച്ചത്. അതൊക്കെയാണല്ലോ ഗുരു. അപ്പോൾ പിന്നെ ആ ഒരു ക്വാളിറ്റി നിലവാരമൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എം സ്വരാജിൽ നിന്ന്. അപ്പോൾ സ്വരാജ് സ്വരാജ് പറയുന്നത് മനുഷ്യർക്കൊന്നും മനസ്സിലാവില്ല. കാരണം പൊട്ടതരമാണ്. മലയാളത്തിലെ അങ്ങേയറ്റം വൃത്തികേടായിട്ട് പറയുക എന്നുള്ള രീതിയും. രണ്ടാമത് ഒരു സഖാവ് പറഞ്ഞതാണ് സ്വരാജിന്റെ പ്രസംഗത്തെ കുറിച്ച്. സ്വരാജ് ഇങ്ങനെ പോകുന്ന കൂട്ടത്തിൽ സഖാക്കളെ കണ്ടാൽ പോലും തിരിച്ചറിയാം. കാരണം ബുദ്ധി ജീവി ആയതുകൊണ്ട് എപ്പോഴും ഞാൻ ബുക്കിനെ കുറിച്ചായിരിക്കും ചിന്ത എന്നാണ് പറയുന്നത്. അപ്പോൾ വലിയ ഉന്നതമായ ചിന്ത, വളരെ വലിയ ചിന്തയാണ്. അപ്പോൾ ഒരു സഖാവ് ഇതിനെക്കുറിച്ച് പറയുകയാണ്, അദ്ദേഹം പ്രസംഗിക്കുന്നതിലൊരു ഗുണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്നത് തെറ്റാണെങ്കിലും തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ എല്ലാവരും വിചാരിക്കുക സത്യമാണെന്ന്.
ആ രീതിയിൽ പ്രസംഗിക്കാനുള്ള ഒരു കഴിവുള്ളതുകൊണ്ടാണ് മൂപ്പരിങ്ങനെ നിന്നു പോകുന്നത്. പ്രസംഗമൊക്കെ കേട്ട് കഴിഞ്ഞാൽ വെറും പൊട്ടത്തരമാണ്, അത് വേറെ കാര്യം. പ്രസംഗത്തിനകത്തത് ഒരു വകയില്ലാത്തുള്ള വാസ്തവമാണ്. അല്ല, പക്ഷേ ഈ അന്തം കമ്മികളിൽ വിചാരിക്കും ഇത് അന്തകമ്മികൾ ശരിയാണ്. വിചാരിക്കും, അന്തകമ്മികൾക്ക് അതല്ലേ അറിയാവോ, അതിനപ്പുറത്തേക്കൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഇത്തരത്തിൽ വായിൽ കല്ലച്ചുമായിട്ട് നടക്കുന്ന ആളല്ലേ, പ്രിന്റിംഗ് പ്രസ്സുമായിട്ട് നടക്കുന്നു എന്നാണ് പരിഹസിക്കുന്ന ആൾക്കാർ. എന്നാൽ വല്ല ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്നറിയാമോ? ഒരാളോട് സംസാരിക്കുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അത് ഒരാൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഏറ്റവും ലളിതമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. ഈ പറയുന്ന എഴുത്തച്ഛൻ രാമായണം എഴുതുന്നതിന് മുമ്പും ഇവിടെ രാമായണം ഉണ്ടായിരുന്നു, വാൽമീകി രാമായണം ഉണ്ടായിരുന്നു. പക്ഷേ എഴുത്തച്ഛൻ എഴുതിയതോടുകൂടി ഈ മലയാളത്തിലുള്ള സകലമാന മനുഷ്യരും രാമായണം വായിക്കാറുണ്ട്, വായിച്ചിട്ടുമുണ്ട്, ഇപ്പോഴും വായിക്കുന്നു. അതിന് കാരണം അത് വളരെ സിമ്പിളായിട്ട് മലയാളത്തിൽ എഴുതി തന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പം മലയാളത്തിൽ എഴുതുന്ന കവിതകളും പാട്ടുകളും ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ്, നമുക്ക് മനസ്സിലാകുന്നതാണ്. ഇവിടെ സ്വരാജ് പ്രസംഗിക്കുന്നതുകൊണ്ട് ആർക്കെങ്കിലും വല്ല ഗുണമുണ്ടോ? സ്വരാജിനും ഗുണമില്ല, നാട്ടുകാർക്കും ഗുണമില്ല, പാർട്ടിക്കും ഗുണമില്ല, ഒരു മനുഷ്യനും ഗുണമില്ല. സ്വരാജ് പുസ്തകം എഴുതുന്നു, ആർക്കെങ്കിലും വല്ല ഗുണമുണ്ടോ? നാടിന് പോലും ഒരു ഗുണമില്ല. പണ്ടൊക്കെ പറയുമായിരുന്നു, ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കൊണ്ട് കപ്പലണ്ടിക്കാർ ജീവിക്കുമായിരുന്നു. അതായത് പെട്ടെന്ന് ഈ പറയുന്ന കപ്പലണ്ടി പൊതിഞ്ഞു കൊടുക്കാനുള്ള പുസ്തകം തീർന്നു കഴിഞ്ഞാൽ നേരെ പ്രഭാത് ബുക്ക് ഹൗസിലോ ചിന്താ പബ്ലിക്കേഷൻസിലോ കയറി ഒരു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചാൽ കീറിക്കഴിഞ്ഞാൽ കറക്റ്റ് കോണാണ്. കറക്റ്റ് ചെറിയ പുസ്തകം കൂടെ കറക്റ്റ് കോണായിട്ട് കപ്പലിന് കൊടുക്കുമായിരുന്നു. ഈ സ്വരാജിൻ്റെ പുസ്തകം കൊണ്ട് എന്താ, അതിന് പോലും ഗുണമില്ലല്ലോ. അതാണ് അവസ്ഥ എന്നുള്ളതാണ്. ഏതായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനം എടുത്തിരിക്കുന്നത് എം സ്വരാജിന് സീറ്റില്ല എന്ന്. അതിനെപ്പറ്റി ഒരു കാര്യവും കൂടെ ഉണ്ട്. വെള്ളാപ്പള്ളിയുടെ അഭ്യർത്ഥനയെ മാനിച്ച് വെള്ളാപ്പള്ളി നേതൃത്വത്തിനോട് പറഞ്ഞത്, ഇത്രയും ഹിന്ദു വിരുദ്ധത പറഞ്ഞ നേതാവിന് സീറ്റ് കൊടുത്താൽ അത് തിരിച്ചടിക്കും, വലിയ പ്രതികൂലമായി ബാധിക്കുമെന്ന് വെള്ളാപ്പള്ളി അടക്കമുള്ളവർ സൂചന കൊടുത്തു. അതുകൊണ്ടാണ് പാർട്ടി ഈ നിലപാടെടുത്തതെന്ന് പറയുന്നത്. ഏതായാലും CPM എടുത്ത നല്ല കാര്യങ്ങളിലൊന്ന് സ്വരാജിന് സീറ്റ് കൊടുക്കാതിരിക്കലാണ്. ഏതായാലും അത് നന്നായി തന്നെ മുന്നോട്ട് പോട്ടെ. ഇനി കൊടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ ജനങ്ങൾ വൃത്തിയായിട്ട് തോപ്പിച്ച് കയ്യിൽ തരികയും ചെയ്തോളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇന്ത്യ ലൈവിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഇന്ത്യ ലൈവാണ്. ഇത്തരത്തിൽ നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ സമാജത്തിന് വേണ്ടിയിട്ട്, അത് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള സ്വരമായിട്ട് മാറുന്നത് ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ്, അത് പിന്തുണയ്ക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, നമ്മുടെ വീഡിയോകൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ചിലപ്പോൾ പുതിയ വാർത്തകളും വിവരങ്ങളും ഒക്കെ തരാനുണ്ടാകും. അതും കമൻറ്റുകളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൂടുതൽ നിങ്ങളിലേക്ക് വാർത്തകൾ എത്തിക്കാൻ സഹായകമാകും.